ഒരു അഴിമതി നടക്കുകയാണ് എന്നുള്ളൊരു വിഷയം ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ആ അഴിമതിയെക്കുറിച്ച് സംസാരം ഇല്ലാതാക്കാൻ പരമാവധി ശ്രമം നടക്കും. പകരം എന്താ ചെയ്യുക, ആ അഴിമതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന വാക്ക് ഉപയോഗിച്ചില്ല, ആ വാക്ക് അധിക്ഷേപമല്ലേ? ജോസഫ് ഗീബിൾസിന്റെ കാലം തൊട്ടേ നടക്കുന്നതാണ്. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ട്വിസ്റ്റ് ചെയ്യാം, എങ്ങനെ ഈ പൊതുജനത്തെ കഴുതയാക്കാം. ഈ പവർ കൈ കിട്ടുമ്പം പലർക്കും തോന്നുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ, ഞാനാണ് ഇവിടെ രാജാവ്, എനിക്ക് എന്തും ആവാം, എനിക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല. ആർക്കും തിരിച്ച് സംസാരിക്കാനോ തിരിച്ച് പ്രതികരിക്കാനോ ധൈര്യമില്ല എന്ന് വരുമ്പം കൊത്തി കൊത്തി മുറത്തിൽ കയറി കുത്തുക എന്ന് പറയുന്ന ഒരു സാധനം വരും. സർക്കാർ രേഖ വ്യാജമായിട്ട് ചമക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ തെറ്റല്ല, വലിയ ക്രിമിനൽ കുറ്റമാണ്. ശരിക്കും ഇതൊരു ഫൈറ്റ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല, വീട്ടുകാരും കാണുന്നില്ല. ഇപ്പൊ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ 60% ശമ്പളം കിട്ടുകയാണ് നമുക്ക്. തൊട്ടതിനും പിടിച്ചതിനും എന്നാ താൻ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ന്യായമായിരിക്കണം. നമ്മൾ നീതി ധർമ്മബോധം എന്നൊക്കെ പറയുന്നത് കോടതിയിൽ മാത്രം കിട്ടേണ്ട ഒരു ഐറ്റം അല്ല. ഇപ്പോഴത്തെ ചോദ്യത്തിന് ഇന്റർവ്യൂവിന് ഒരു അല്പം പ്രാധാന്യമുണ്ട്. കാരണം ചീഫ് സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ട് സർക്കാരിന് പോയിട്ടുണ്ട്. എന്താണ് കാത്തിരിപ്പിന്റെ ഒരു മനസ്സ്, എന്താ ഇപ്പൊ പറയുന്നത്? നമ്മൾ ആരുടെയും സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ജീവിക്കുന്നൊന്നും അല്ലല്ലോ. നമുക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നു. നമുക്ക് ഈ റൂൾ ഓഫ് ലോ എന്നാണല്ലോ പറയുന്നത്. നിയതമായിട്ട് നമുക്ക് ചെയ്യാൻ നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് അസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ചില ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അതനുസരിച്ച് ചെയ്തു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു റിയലി കെയർ അബൌട്ട് സർട്ടിഫിക്കേഷൻ. എസ്പെഷ്യലി സർട്ടിഫൈ ചെയ്യുന്നത് ഫെയർ ആയിട്ട് അല്ലെങ്കിൽ യു ഡോണ്ട് റിയലി ഡോണ്ട് ഹാവ് ടു കെയർ. അതിനു വേണ്ടിയല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈവൻ ജീവിതം പോലും. നമ്മളിപ്പോൾ ആൾക്കാരെന്ത് പറയുന്നു എന്നോ അത് നോക്കിയിട്ടൊന്നും അല്ലല്ലോ. എസ്പെഷ്യലി നമ്മളിപ്പോൾ പൊളിറ്റിക്സ് ഒന്നും അല്ലല്ലോ. എനിക്കിപ്പോൾ നാട്ടുകാരെ തൃപ്തിപ്പെടുത്തേണ്ടതോ ആൾക്കാരെ അല്ലെങ്കിൽ വ്യക്തികളെ ഇവരൊന്നും തൃപ്തിപ്പെടുത്തിയിട്ട് ജീവിക്കേണ്ട യാതൊരു ബാധ്യതയും ദൈവം സഹായിച്ചില്ല. ഇറ്റ്സ് എ പ്രിവിലേജ്. ആക്ച്വലി പ്രിവിലേജാണ്. എല്ലാവർക്കും ആ ഒരു പ്രിവിലേജ് കിട്ടണമെന്നില്ല. അത് ഐ എം കോൺഷ്യസ്. എനിക്കറിയാം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ പലർക്കും പ്രതികരിക്കാൻ അല്ലെങ്കിൽ സ്റ്റാൻഡ് എടുക്കാൻ സാധിക്കാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രത കുറവുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ, വീട്ടിൽ പ്രഷർ ഉണ്ടാവാം, ചുറ്റുപാടുന്ന പ്രശ്നം ഉണ്ടാവും, സുഹൃത്തുക്കൾ, അല്ലേ, അങ്ങനെ പലതും ഉണ്ടാവും. അത് എനിക്ക് ഐ ബീൻ ലക്കി. ഒരു സേഫ് ആയിട്ടുള്ളൊരു കുഷ്യൻഡ് ആയിട്ടുള്ളൊരു ചുറ്റുപാടാണ് എനിക്ക്. വീട്ടിലും എല്ലാവരും ഇതൊക്കെ വളരെ തമാശയായിട്ട് കാണുന്ന ആ ഒരു ഒരു ചുറ്റുപാടിലുമാണ് ഞാൻ വളർന്നതും ജീവിക്കുന്നതും ഒക്കെ. അതുപോലെ നമുക്ക് കൊത്താൻ പറ്റാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതോ ഭയങ്കരമായ അംബീഷ്യസ് ആയിട്ട് അത് വേണം ഇത് വേണം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരു കുടുംബമൊന്നുമല്ല. ദാറ്റ് വേസ് ഐ എം വെരി ലക്കി. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരം സ്റ്റാൻഡുകൾ എടുത്ത് പോകാൻ പറ്റുന്നത്. ഇപ്പോൾ സിവിൽ സർവീസിൽ തന്നെ പലപ്പോഴും എനിക്ക് ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. പലരും സർവീസിൽ കയറുമ്പോൾ തന്നെ വിൽക്കപ്പെടുന്നവരുണ്ട്. വിൽക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സർവീസിൽ വരുമ്പോൾ തന്നെ ഒരു നല്ല സ്ത്രീധനം മേടിച്ച് അപ്പോൾ അവരുടെ ജീവിതവും നമുക്കറിയാം. പിന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോക്കിൽ ചെന്ന് പെട്ടുപോകുന്ന ഒരു അവസ്ഥ. വളരെ നല്ല ആൾക്കാർ തന്നെ, വ്യക്തിപരമായിട്ട് അവർ നല്ല ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരൊക്കെ ഇങ്ങനെ ലോക്കിൽ ചെന്ന് ചാടുന്നത്, അതുകൊണ്ട് ഹെൽപ്ലെസ് ആയി പോകുന്നത്. പിന്നെ ചിലപ്പോൾ അവരുടെ കുടുംബം വളരെ അംബീഷ്യസ് ആയി പോകുന്നവരുണ്ട്. അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ച് വേണം, അങ്ങനെ അവരുടെ പുറത്ത് പ്രഷർ ഇടുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ചുറ്റും നടക്കുമ്പോൾ അതൊന്നും ഇല്ലാത്തത് ഞാൻ സത്യം പറഞ്ഞാൽ ഐ എം വെരി താങ്ക്ഫുൾ. ഞാൻ ചോദിക്കേണ്ടതാണ്, ഈ ചുറ്റുമുള്ളവർ, വീട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു ഇതിനെ കണ്ടിരുന്നുള്ള ഒരു വലിയൊരു ചോദ്യമല്ലേ? ശരിക്കും ഇതൊരു ഫൈറ്റ് ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല, വീട്ടുകാരും കാണുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആക്ച്വലി എന്താണെന്നുള്ളത്, പ്രൂഫ് ഓഫ് ദ പുഡിങ് ഈസ് ഇൻ ഈറ്റിംഗ് എന്ന് പറഞ്ഞ മാതിരി അനുഭവത്തിൽ എന്താണെന്നുള്ളതാണ്. അനുഭവത്തിൽ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്നെ അധികം കാണാൻ കിട്ടാതെ ഇരുന്ന വ്യക്തിയാണ് ഞാൻ. രാത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ 9 മണിയൊക്കെ ആയിട്ടാണ് എപ്പോഴും വരിക. അല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് ട്രാവൽ ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും വീട്ടുകാർക്ക് എന്നെ കുറച്ചേ കാണാൻ കിട്ടുള്ളായിരുന്നു. ആ ഒരു ആംഗിളിൽ ദേ ആർ വെരി ഹാപ്പി. വളരെ സന്തോഷമുണ്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ. എന്നിട്ട് പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്ന, പെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന പലതും ഈ ഒരു സസ്പെൻഷൻ കാലത്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. കാരണം നമുക്കൊരു ബാലൻസ് വേണമല്ലോ, പേഴ്സണൽ ലൈഫും കുടുംബവും കുറേ ഉത്തരവാദിത്തങ്ങൾ വേറെയൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം ഒന്ന് ബാലൻസ് ഔട്ട് ചെയ്യാൻ ഈ ഒരു
സെബാറ്റിക്കൽ പോലെ ഇത് സാധിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. ആൻഡ് ഓഫ് കോഴ്സ് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് എന്താണ്, എൻ്റെ പ്രസൻസ് കൂടുതൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ വേറെ ഒരു തരത്തിലും ഇത് ബാധിക്കുന്നില്ലല്ലോ. ഇപ്പോൾ പബ്ലിക്കിന് പലർക്കും അറിയാത്തതുകൊണ്ടും കൂടിയാണ്. ഇപ്പോൾ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ 60% ശമ്പളം കിട്ടുകയാണ് നമുക്ക്. നമ്മൾ പിന്നീട് ജോയിൻ ചെയ്യുമ്പോൾ ആ 40% ബാക്കി തരുകയും ചെയ്യും. അപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. ഈ പറഞ്ഞോട്ട് വളരെ എക്സ്ട്രാവജൻ്റ് ആയിട്ടുള്ളൊരു ജീവിതമൊന്നും ജീവിക്കുന്ന കൂട്ടരല്ല ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ പെർ മന്ത് ചിലവൊന്നും അത്രയ്ക്കൊന്നും ഇല്ല. അപ്പോൾ 60 ഈസ് മോർ ദൻ എനഫ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഷൻ ഉള്ളതുകൊണ്ട് അതൊരു പ്രിവിലേജാണ്. അത് എൻ്റെ മിടുക്ക് കൊണ്ടൊന്നുമല്ല. പിന്നെ ഓഫ് കോഴ്സ് 10-18 വർഷം ജോലി ചെയ്തിട്ട് ദൂർത്തടിച്ച് കളയാത്തതുകൊണ്ടും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്ൻമെൻറ്റും ഹാപ്പിനെസ്സും ആണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻ എ വേ ഐ എം താങ്ക്ഫുൾ. ഇത് അതുകൊണ്ട് തന്നെയാണ് എത്ര തുടർന്നാലും നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാത്തതും. വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യത്തിന് വ്യക്തിപരമായിട്ട് പറയാണ്, പേഴ്സണലി ഐ എം വെരി ഹാപ്പി ദിസ് വേ. പക്ഷേ ഓഫ് കോഴ്സ് അതല്ല അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ട പൊളിറ്റിക്കലി കറക്റ്റ് ആൻസർ അതല്ല എന്ന് എനിക്കറിയാം. അയ്യോ എനിക്ക് ജോലി ചെയ്യാൻ മുട്ടിയിരിക്കുന്നു അങ്ങനെയൊക്കെയാണ്. പക്ഷേ ട്രൂത്ത്ഫുള്ളി ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ സമയം വേസ്റ്റ് ആവുന്നില്ല. അവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവനവൻ്റെ സമയം നമ്മൾ ചെയ്യേണ്ട കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ധർമ്മം എന്ന് പറയില്ലേ, ഓരോരുത്തർക്ക് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചിലതൊക്കെ ചെയ്ത് തീർക്കാനുള്ളൊരു സമയം നമുക്ക് നിയോഗിച്ച് കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിൽ ആണ് ഞാൻ അതിനെ കാണുന്നത്. ഞാനെപ്പോഴും തുറന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ പറയുമ്പോഴും പ്രശാന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് പ്രശ്നമല്ല, അല്ലെങ്കിൽ ആ ടെൻഷൻ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അവരവിടെ ഒരു പണി തരുന്നുണ്ട്, റെഡിയാക്കുന്നുണ്ട്, അതെനിക്ക് പ്രശ്നമില്ല, അത് ഞാൻ ഡെയിലി എന്ന് കരുതി തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്കെൻ്റെ സമയം എനിക്ക് എൻ്റെ വീട്ടുകാരോടൊപ്പം ചിലവഴിക്കാൻ എനിക്ക് സമയം കിട്ടുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ ഈ പറയുന്ന ഇത് ഈ ടെൻഷന് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം മനസ്സിലുണ്ടാക്കുന്ന ഒരു സ്ട്രെസ്സിനെയൊക്കെ മറയ്ക്കാൻ വെച്ചിരിക്കുന്ന ഒരു ആയുധമാണോ, അതോ ശരിക്കും ഇങ്ങനെ തന്നെയാണോ? ഇതൊന്നും വലിയ കാര്യങ്ങളായിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയാണോ, മനസ്സാണോ? ഞാൻ രണ്ടാമത് എഴുതിയ പുസ്തകമുണ്ട് ലൈഫ് ബോയ് എന്ന് പറഞ്ഞിട്ട്. ഈ ലൈഫ് ബോയിൽ യഥാർത്ഥത്തിൽ ഞാൻ ലൈഫിൽ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ട്രൈ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് ബോയിൽ ഈ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരങ്ങളും യഥാർത്ഥത്തിൽ വളരെ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. UPSCയിൽ ഒരു ഓപ്ഷൻ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ഏരിയയാണത്. നമ്മൾ ഒന്ന് ആലോചിച്ചാൽ വറി അല്ലെങ്കിൽ ടെൻഷൻ, ആങ്സൈറ്റി എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ആൻറ്റിസിപ്പേറ്റഡ് ഈവൻറ്റിനെ കുറിച്ചാണ്. സങ്കല്പമാണ്, ഇമാജിൻഡ് ആയിട്ടുള്ള പല കാര്യങ്ങളുമാണ്. 99% കാര്യങ്ങളും ഒരു കാര്യമില്ലാത്തതുമായിരിക്കും. നമ്മൾ ഇമാജിൻ ചെയ്തൊന്നും നടക്കാറുമില്ല. നമ്മൾ ടെൻഷൻ അടിക്കുന്നതിൽ 99% കാര്യങ്ങളും നടക്കാറൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അത് മല പോലെ വന്നിട്ട് എലി പോലെ പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ആങ്സൈറ്റി പിടിച്ചുകൊണ്ടോ ഇതിനെപ്പറ്റി വറി ചെയ്തിട്ടോ എന്താവും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. സെക്കൻഡ്, കഴിഞ്ഞതിനെ പറ്റി പറഞ്ഞ് ആലോചിച്ചിട്ടും കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞു പോയി. അതിനകത്ത് പ്രത്യേകിച്ച് ഇനി മാറ്റങ്ങളൊന്നും വരുത്താനില്ല. അപ്പോൾ അതാണ് ഈ ദുഃഖവും ഡിപ്രഷനും അതും ഇതൊക്കെ പഴയതാലോചിച്ച് തന്നെ. നമ്മുടെ കയ്യിലാകെയുള്ളത് പ്രസൻ്റാണ്. പ്രസൻറ്റ് ആ മൊമെൻറ്റിനെ അതിനകത്തുനിന്ന് മാക്സിമൈസ് ചെയ്യുക. നമുക്ക് എത്ര സുന്ദരമായിട്ട്, എത്ര മനോഹരമായിട്ട്, എത്ര സന്തോഷകരമായിട്ട് ആ മൊമെൻറ്റിനെ ജീവിക്കാം, അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുക എന്നുള്ളതല്ലേ. അത് ഞാൻ പറയുന്ന എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അത് ജെനുവിൻലി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പം പലതും നമുക്ക് വളരെ ബാലിശമായിട്ടും വളരെ സില്ലിയായിട്ട് തോന്നും. അത് അഹങ്കാരം കൊണ്ടല്ല, എനിക്കത് ജെനുവിൻലി സില്ലിയായിട്ട് തോന്നുകയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ മിക്കവാറും യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഒരു 10 വർഷം അങ്ങോട്ടേക്ക് യാത്ര ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെന്തായിരിക്കും എന്ന് നോക്കിയാൽ നമുക്ക് അപ്പം തന്നെ അയ്യേ ഇതാണ് ഇത്ര വലിയ സംഭവം എന്ന് തോന്നും. ഇതെല്ലാം റിസോൾവ് ആയി പോകുന്ന സില്ലി കാര്യങ്ങളാണ്. നമ്മളോട് ഈ ശത്രുത കാണിക്കുന്നവർ, ബഹളം ഉണ്ടാക്കുന്നവർ, ഇവരെയും നമ്മളൊന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പലപ്പോഴും അവരോട് പാവം തോന്നും. കാരണം ഇവരുടെയൊക്കെ അപ്ബ്രിങ്ങിങ് ഉണ്ട്, ഇവരുടെ ചുറ്റുപാടുകൾ, ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ ഇൻസെക്യൂരിറ്റീസ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറ്റം അവർ പുറത്തെടുക്കുന്നത്. അപ്പോൾ അവരെയും പൂർണ്ണമായിട്ട് ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല അല്ലേ. അപ്പം ഒരു കമ്പാഷനോടുകൂടെ നമ്മളെ മറ്റുള്ളവരെ മനസ്സിലാക്കി അങ്ങ് പോകുമ്പോൾ യു ഡോണ്ട് ഹാവ് അങ്ങനെ ഒരു ബാഡ് വൈബ്സ് ഇല്ലാതെ പോകും. ബാഡ് വൈബ്സ് ഇല്ലാതെ ഒരു പോസിറ്റീവായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് ഗുണം. അല്ലാതെ അവരെ ഞാൻ പകയോടെ കാണുന്നില്ല എന്ന് വെച്ചിട്ട് അവർക്കല്ല ഗുണം. ആക്ച്വലി യു ഫീൽ ബെറ്റർ. നമ്മുടെ ഉള്ളിൽ ആ ഒരു ടോക്സിസിറ്റി ഇല്ലാതിരിക്കുന്നതല്ലേ.
അപ്പോൾ നമ്മളിപ്പോൾ ഒരു കിങ് എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു ജോസഫ് അലക്സ് എന്ന് പറയുന്ന ഒരു IAS, ഇപ്പോൾ ഈ IAS എന്നൊക്കെ പറയുമ്പോൾ ഒരു കളക്ടർ എന്നൊക്കെ പറയുമ്പോൾ മലയാളികൾ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങിയത് ആ ഒരു IAS ഓഫീസറുടെ പിന്നെ അമർഷം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ആ സിനിമയിലാണ് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാണുന്നത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു IAS ഓഫീസർ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു കളക്ടർ. ഞാൻ ചോദിക്കുന്ന അമർഷം എന്തിനോടാണ്? പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്, ഒരു IAS ഓഫീസറിന് മാത്രമല്ല ഞാൻ ചോദിക്കുന്ന, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ സിസ്റ്റത്തോടാണ് അമർഷമുള്ളത്? എന്താണ്? ഇല്ല, എനിക്ക് അമർഷം ഇല്ലല്ലോ. അമർഷം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ? എനിക്ക് ആക്ച്വലി ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സിസ്റ്റം ഇങ്ങനെയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സിസ്റ്റംനകത്തുള്ള പുഴുകുത്തുകൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ അതിനോട് പ്രതികരിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഞാൻ ഒരു എന്താ പറയുക, എന്തും ചവിട്ടി തേച്ച് അങ്ങനെ അങ്ങ് പോകാൻ നിന്ന് കൊടുക്കുന്ന ഒരു ഡോർമാറ്റ് അല്ല. ഐ എം നോട്ട് എ ഡോർമാറ്റ്. അതല്ല. ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡോർമാറ്റ് ആണെന്നല്ല. നമ്മൾ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം, അത് വിത്ത് ഡിഗ്നിറ്റി, ആത്മാഭിമാനത്തോടെ നമ്മൾ മാന്യമായിട്ട് പ്രതികരിക്കേണ്ടടുത്ത് അത് ഒരല്പം ഹ്യൂമർ സെൻസ് കൂടുക, ചളിയൊക്കെ ഇട്ട് പറഞ്ഞ് അങ്ങ് പോവുക. ഇത് മാറേണ്ടത് ഇന്നത് മാറേണ്ടതാണെന്നോ അല്ലെങ്കിൽ ഈ ഒരു തെറ്റ് തിരുത്തേണ്ടതാണ് എന്ന് പറയേണ്ടത് എൻ്റെ ചുമതലയാണെങ്കിൽ ഞാൻ അത് പറഞ്ഞിരിക്കും. അതിൻ്റെ കോൺസിക്വൻസ് ഞാൻ അങ്ങനെ വലുതായിട്ട് ചെയ്യാറില്ല. കാരണം അത് ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് അലൈൻഡ് വിത്ത് ധർമ്മം. നമ്മൾ ചെയ്യാൻ നമ്മളിൽ നിക്ഷിപ്തമായിട്ടില്ല, നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുകയും ചെയ്യുന്നത്. അതിനകത്ത് എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? അതുകൊണ്ട് അതിനെ അമർഷമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അമർഷമാണെങ്കിൽ നമ്മൾ വളരെ രോഷാകുലരും. നമ്മൾ ഇപ്പം ഈ ജോസഫ് അലക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറും കണ്ടിട്ടാണ് എല്ലാവരും അമർഷം വിചാരിക്കുന്നത്. കാരണം അതിനകത്ത് വളരെ ചൂടനാണ് അല്ലേ, ഭയങ്കര ചൂടൻ ഡയലോഗ്. ഞാൻ അങ്ങനെയൊന്നും പറയുന്നത് ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചൂടനായിട്ട് പറയേണ്ട കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. നമുക്ക് സോഫ്റ്റായിട്ട് കാര്യം പറയാം. അത് തന്നെ താങ്ങാൻ പലർക്കും സാധിക്കുന്നില്ല. ഇനി കുറച്ച് ചൂടായിട്ട് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കണ്ടേ? എന്നാന്നറിയോ, ഈ കണ്ടന്റ്, നമ്മൾ ഈ പറയുന്ന കണ്ടന്റ് ഇഷ്ടപ്പെടാത്തവര് ആ കണ്ടന്റിനെ കുറിച്ചല്ല സംസാരിക്കുക, കണ്ടന്റിന്റെ പാക്കേജിങ്ങിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പം ഞാൻ ഒരിടത്ത് ഒരു അഴിമതി നടക്കുകയാണ് എന്നുള്ളൊരു വിഷയം ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് ഫയൽ എഴുതിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ ഞാൻ തുറന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ അഴിമതിയെക്കുറിച്ച് സംസാരം ഇല്ലാതാക്കാൻ പരമാവധി ശ്രമം നടക്കും. പകരം എന്താ ചെയ്യുക? ആ അഴിമതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ന വാക്ക് ഉപയോഗിച്ചില്ല, ആ വാക്ക് അധിക്ഷേപമല്ലേ? അല്ലെങ്കിൽ അഴിമതിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഇന്ന് എന്താ പറയുക, ഫുൾ സ്റ്റോപ്പ് ഇട്ടോ, അഴിമതി പറഞ്ഞപ്പോൾ ചിരിച്ചോ, അഴിമതി പറഞ്ഞപ്പോൾ ഇത്, അഴിമതിയെക്കുറിച്ച് സംസാരിക്കില്ല. ഇത് വളരെ കോൺഷ്യസ് ആയിട്ട് ആർഗ്യുമെന്റിന് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ടെക്നിക്കാണ് അല്ലേ? ഇത് ഒരു കണ്ടന്റിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേറെയും വഴികളുണ്ട്. ആ വ്യക്തിയെ അങ്ങ് ടാർഗറ്റ് ചെയ്താലും മതി, അധിക്ഷേപിച്ചാൽ മതി. അല്ലെങ്കിൽ യു കിൽ ദ മെസ്സഞ്ചർ, മെസ്സേജ് അപ്പോൾ വായിക്കില്ലല്ലോ. അപ്പം ഞാൻ ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയം, പൊതുജനങ്ങളൊക്കെ അറിയേണ്ട ഒരു വിഷയം എടുത്ത് പൊതുജന മധ്യത്തിൽ വെക്കുമ്പോൾ ആ കണ്ടന്റ് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഇത് പറഞ്ഞ ആള്, അതായത് എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ബട്ട് യു ഡോണ്ട് വോണ്ട് ടു ഡിസ്കസ് ദ കണ്ടന്റ്. ഇത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. ഇത് ഏതോ കാലത്ത് തുടങ്ങിയാണ്, ഇന്നും ഇന്നലെയൊന്നും അല്ല. കമ്മ്യൂണിക്കേഷൻ എങ്ങനെ പ്രൊപ്പഗാൻഡയാക്കാം, ഇതൊക്കെ പഠനമൊക്കെ നടത്തിയിട്ടുള്ള ഈ ഹിറ്റ്ലറിൻ്റെ, ജോസഫ് ഗീബിൾസിൻ്റെ കാലം തൊട്ടേ നടക്കുന്നതാണ്. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ട്വിസ്റ്റ് ചെയ്യാം, എങ്ങനെ ഈ പൊതുജനത്തെ കഴുതയാക്കാം. പൊതുജനത്തെ കഴുതയാക്കലാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനിൽ പലരും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഐറ്റം. ഇപ്പോൾ അഡ്വർടൈസിങ് സൈക്കോളജിയൊക്കെ ഇതിൻ്റെയൊക്കെ കേന്ദ്രമാണ്. അവിടെ നടക്കുന്ന പല റിസർച്ചുകൾ പോലും പബ്ലിക്കിന് അവൈലബിൾ അല്ല. എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു പ്രധാന ഐറ്റം. ഇത്തരം മാനിപ്പുലേഷനൊക്കെ നടക്കുന്ന ഈ ലോകത്ത്, കാരണം നമ്മൾ പബ്ലിക് ലൈഫിലാണല്ലോ, ഈ സംസാരിക്കുന്ന സമയത്ത് ട്വിസ്റ്റ് ചെയ്തിട്ട്, ഇപ്പോൾ പറഞ്ഞില്ലേ അമർഷം, ഇറ്റ്സ് എ പെർസെപ്ഷൻ ദാറ്റ് ഹാസ് ബിൻ ക്രിയേറ്റഡ്. എനിക്ക് യാതൊരു അമർഷവും ഇല്ല എന്നുള്ളത് എന്നെ അറിയുന്നവർക്ക് അറിയാം. നമ്മൾ ചില്ലായി കൂളായിട്ട് നടന്നു പോകുന്ന മനുഷ്യനാണ്. നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് രോഷമോ അമർഷമോ ഒന്നുമില്ല. പക്ഷേ അമർഷം അല്ലെങ്കിൽ എന്തോ ഒരു വലിയ ബഹളക്കാരൻ, ഒരു വലിയ കുഴപ്പക്കാരൻ, ദിസ് ഇമേജ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ ബോധപൂർവമായിട്ട് ശ്രമം ഉണ്ടാകും. കാരണം അങ്ങനെയാണെങ്കിൽ കുഴപ്പക്കാരനാണ്, യു വാണ്ട് ടു ക്രിയേറ്റ് ദാറ്റ്. സെയിം തിങ് ആണ് ഇപ്പോൾ പറയാനോട്ടെ, കണ്ടന്റിൽ നിന്ന് ശ്രദ്ധ എങ്ങനെ തിരിച്ചുവിടാം എന്നുള്ളതാണ്. പക്ഷെ അതിൽ വീണ് പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് ബോധമുള്ള ആൾക്കാർ, അവർക്കിത് ഡിസിഫർ ചെയ്യാൻ സാധിക്കും. അല്ല, ഇതിൽ എവിടെയാണ് അമർഷം, ഇതിലെവിടെയാണ് ബഹളം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ദേ ട്രൈ ടു ഡിസിഫർ. എനിക്ക് തോന്നുന്നത് IAS എന്ന് പറയുന്നത് ഒരു എലിമിനേഷൻ പരീക്ഷയാണ്, ഒരു സെലക്ഷൻ പരീക്ഷ പോലും അല്ല. ലക്ഷക്കണക്കിന് 10-16 ലക്ഷം പേരാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ നിന്ന് എത്ര പേരെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷയുടെ സിസ്റ്റം അങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്.
അല്ലാതെ ഏറ്റവും മിടുക്കിനെ കണ്ടെത്താനല്ല, ഒഴിവാക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അത് കടന്നു വന്നു എന്ന് വിചാരിച്ച് നമ്മളങ്ങ് എല്ലാം തികഞ്ഞവരോ എല്ലാം പഠിച്ചവരോ ഭയങ്കര മിടുക്കരോ അങ്ങനെയൊക്കെ അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഭയങ്കര ഭയങ്കര ഡെലൂഷനാണ്. അങ്ങനെയൊന്നുമല്ല. ഈ ഗവേണൻസിൻ്റെ ഭാഗമായിട്ടും കുറേയൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വാതിൽ തുറന്നു കിട്ടുക എന്നുള്ളതാണ്. ഭയങ്കര ക്യാൻവാസാണ് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള വോളിയത്തിൽ അത്രയും മാഗ്നിറ്റ്യൂഡിൽ വലിയ കാര്യങ്ങൾ, വലിയ തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ശരിക്കും സിവിൽ സർവീസും. എന്ന് മാത്രമല്ല, ഓരോ വർഷം കഴിയും തോറും നിങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയും നിങ്ങളുടെ ആ ഒരു വോളിയം, നിങ്ങളുടെ ഒരു ഒപ്പിലോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലോ എടുക്കുന്ന ആ ഒരു ഡിസിഷൻ, അതുകൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇതൊരു അവസരമായി കാണുമെങ്കിൽ നമ്മൾ കുറച്ചൊരു ഹ്യൂമിലിറ്റി വേണം, കുറച്ചൊരു വിനയം വേണം, ഭൂമിയിൽ ഇറങ്ങി നിൽക്കണം. കാരണം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു ഭയം എന്നല്ല ഞാൻ പറയാം, കുറച്ചൊരു ഉത്തരവാദിത്ത ബോധം നമുക്ക് വരും. ഇത് ഇൻബിൽട്ടായിട്ട് നമുക്ക് ജന്മനാ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് സർവീസിൽ കയറി നമ്മൾ പ്രത്യേകിച്ച് ഫീൽഡ് പോസ്റ്റിങ്ങുകൾ തുടക്കത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ അനുഭവങ്ങളുണ്ടാവും. പച്ചയായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനും അതും ഇതുമൊക്കെ. അതുകൂടാതെ നമ്മൾ വിദ്യാഭ്യാസ കാലത്തും കുറേ എക്സ്പോഷർ കിട്ടുമല്ലോ. ഇപ്പോൾ ഞാൻ പഠിച്ചത് സർക്കാർ ലോ കോളേജിലാണ്. ലോ കോളേജ് എനിക്കൊരു വലിയ ഒരു സർവകലാശാലയായിരുന്നു എല്ലാ അർത്ഥത്തിലും. കാരണം അവിടെ നമ്മുടെ കൂടെ പഠിക്കുന്നവർ എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഈ കോളേജിൻ്റെ പ്രത്യേകതയും അതാണ്. അവിടെ പഠിച്ചവർ MP-മാരും MLA-മാരും വലിയ നിലയിൽ ഉള്ള ജഡ്ജിമാർ, പ്രശസ്തരായിട്ടുള്ള വക്കീലന്മാരൊക്കെ ഉണ്ട്. അതേസമയം ജീവിതത്തിൽ നമ്മൾ താരതമ്യേന നോക്കുമ്പോൾ രക്ഷപ്പെട്ടില്ല എന്ന് പറയുന്ന അങ്ങനെ ഉള്ളവരുണ്ട്. അതേസമയം സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തെ പിടിച്ചെടുക്കാൻ, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒരു വള്ളി പിടിച്ച് എങ്ങനെയെങ്കിലും കയറാൻ നോക്കുന്ന സാധാരണക്കാരുണ്ട്. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് വന്നവരുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ അതാണ്. എനിക്ക് സിവിൽ സർവീസ് അക്കാഡമി എന്ന് പഠിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ലോ കോളേജിൽ നിന്ന് പഠിച്ചു എന്ന് പറയാനാണ് സത്യത്തിൽ അതാണ് സത്യം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്കും കുറേ കൂടെ എനിക്ക് കണ്ണ് തുറന്നിട്ടുള്ള പല കാര്യങ്ങളും അവിടെയാണ്. പിന്നീട് ഫീൽഡിൽ ജോലി ചെയ്യുമ്പോഴും നമ്മളുമായിട്ട് വന്ന് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തൊരു ആവശ്യമോ പ്രശ്നമോ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ കാണുന്നത് ഞാൻ എന്നെ തന്നെ ഈ സിവിൽ സർവീസ് കയറുന്നതിന് മുമ്പ് അപ്പുറത്തെ ഭാഗത്ത് ഞാൻ നിന്നിട്ടുണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് നമ്മൾ ഇത്തരം പ്രശ്നങ്ങളും അതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടില്ലേ, ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ എന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഗവൺമെൻറ്റുമായിട്ട് എപ്പോഴൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടോ ഒരിക്കലും എനിക്ക് ഒരു നല്ല അനുഭവം ഒന്നും പറയാനൊന്നുമില്ല. എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ്. കൈക്കൂലി കൊടുക്കാൻ, കൈക്കൂലി ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുക, നമ്മുടെ ഒരു അഹങ്കാരം, ധാർഷ്ട്യം, ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് സർക്കാർ ജീവനക്കാരിൽ നിന്ന്. അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്നു ആസ് എ സിറ്റിസൺ, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ അകത്ത് ഇപ്പുറത്തെ സൈഡിൽ വന്ന് കയറിയിരിക്കുമ്പം നമ്മൾ ഈ റാഗിങ്ങിൻ്റെ കഥ പറയുന്ന പോലെയാണ്. എന്നാൽ പിന്നെ ഞാൻ അതുപോലെ റാഗ് ചെയ്യാം എന്ന് വിചാരിക്കുന്നതാണോ ശരി, അതോ അപ്പുറത്തുള്ള ആ പൗരൻ ആഗ്രഹിക്കുന്ന കൂട്ട് ഞാൻ ഇപ്പുറത്ത് ഇരുന്ന് പെരുമാറി കൊടുക്കുന്നതാണോ? എനിക്ക് രണ്ടാമത്തെയാണ് ഇഷ്ടം. എനിക്ക് ആ ഫീൽ ഗുഡ് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പ്രായോഗികമായിട്ടുള്ള നമ്മൾ വലിയ മലമുറയ്ക്കൊന്നും വേണ്ട, പക്ഷെ വളരെ സിമ്പിളായിട്ട് മാന്യമായിട്ട് പെരുമാറാം, മാന്യമായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് വെച്ചാൽ ആൾക്കാർ ഉപദ്രവിക്കാതെ ഇരിക്കാം. ഈ പവർ കൈ കിട്ടുമ്പം പലർക്കും തോന്നുന്നൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ രാജാവ്, എനിക്ക് എന്തും ആവാം, എനിക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല. അത് രാഷ്ട്രീയത്തിൽ വരുന്നവർക്ക് മാത്രമല്ല, ഉദ്യോഗസ്ഥരുടെ ഇടയിലാണ് കൂടുതലുള്ളത്. കാരണം രാഷ്ട്രീയക്കാരെന്തൊക്കെ പറഞ്ഞാലും 5-10 വർഷം കഴിയുമ്പം പുറത്താവും. അത് സത്യമാണ്. എങ്ങനെയാണെങ്കിലും എല്ലാവർക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ആരും എന്താ പറയുക, ചിരഞ്ജീവികളുമല്ല. സോ ഇത് അപ്സ് ആൻഡ് ഡൗൺസ് അവരുടെ പൊളിറ്റിക്കൽ കരിയറിൽ ഉണ്ടാവാറുണ്ട്. അത് തിരിച്ചറിയാത്തവരുണ്ട്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് എ ഫാക്ട്. അതുകൊണ്ട് ഒന്നും ശാശ്വതമൊന്നുമല്ല. ബ്യൂറോക്രസിനകത്തുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആണ്. റിട്ടയർമെൻറ്റ് വരെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഹൈറാർക്കി ഇങ്ങനെ മേലെ പൊക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ 18 വർഷം മുമ്പ് സർവീസിൽ കയറുന്ന ആ കാലത്തുള്ള എൻ്റെ ഈ ഗവൺമെൻറ്റിനകത്തുള്ള ഒരു ഗ്രിപ്പല്ല ഇന്ന്. 18 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്രിപ്പ് വ്യത്യസ്തമാണ്.
കൈകാര്യം ചെയ്ത വകുപ്പുകളുണ്ട്, അവിടങ്ങളിലൊക്കെ ബന്ധങ്ങളുണ്ട്. ഗ്രിപ്പ് നഷ്ടപ്പെട്ടു എന്നാണ് അല്ല, കൂടുക ചെയ്യാം. നമ്മൾ കൂടി വരികയല്ലേ. കാരണം സീനിയോറിറ്റി ആവും തോറും നിങ്ങൾ കൂടുതൽ ശക്തനാവുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പൊ ഈ ബ്യൂറോക്രസിക്കകത്ത് അത് അഹങ്കാരം വല്ലാതെ കൂട്ടുകയും ചെയ്യും. കാരണം എവിടെ ഏത് വകുപ്പിനകത്തും നമുക്ക് ആൾക്കാരുണ്ട് എന്നുള്ളൊരു, പിന്നെ നമ്മളെ ബാച്ച് ഉണ്ടാവും, ബാച്ച് ഇന്ത്യ മുഴുവനും ഉണ്ടാവും, വിദേശത്ത് ഉണ്ടാവും, IFS അവിടെ. അപ്പൊ ഇവരെല്ലാവരും നമ്മുടെ ഒരു ഫോൺ കോളിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു മെസ്സേജിനപ്പുറത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ അവരും സീനിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അവരും ശക്തരായ നില ഓരോരുത്തർ എത്തുകയാണ്. ഇപ്പൊ എന്റെ ബാച്ച്മേറ്റ്സ് പലയിടത്തും ഉണ്ട്, ഇപ്പൊ പല വളരെ പവർഫുൾ പൊസിഷൻസിലിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു തോന്നും, ഞാനും ഒരു സംഭവമാണ്. രാഷ്ട്രീയക്കാർക്ക് തോന്നുന്നതിനെക്കാട്ടിലും കൂടുതൽ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഭൂമിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി നിന്നില്ലെങ്കിൽ ഇതങ്ങ് തലയ്ക്ക് പിടിക്കുന്ന ഒരു മത്താണ്, ഒരു ലഹരിയാണിത്. ഈ ലഹരി വല്ലാതെ തലയിൽ കയറി കഴിയുമ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ യു സ്റ്റാർട്ട് ബിക്കമിങ് സാഡിസ്റ്റ്. നമ്മൾ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കും, നമ്മൾ ഓഫീസ് അറ്റൻഡന്റ് ഉണ്ടാവും, CA ഉണ്ടാവും, ഇവരൊക്കെ ഒരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് നമ്മളൊപ്പം ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പം നിങ്ങളൊരു വലിയ സംഭവമായി പോയെന്ന് ചോദിച്ചാൽ അവരോട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥരോട് പെരുമാറുന്ന രീതി, ഇതിലൊക്കെ വ്യതിയാനം വരാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വേറെ ട്രാക്ക് മാറിപ്പോയി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അത് കണക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് തലയ്ക്ക് പിടിക്കുക, അധികാരം നമുക്ക് തലയ്ക്ക് മത്ത് പിടിക്കുക. അതേ സമയത്ത് അത് ഈ പറയുന്ന മത്ത് പിടിച്ച ഒരു സംഭവം അതേ പൊസിഷനിലുള്ള ആള് തന്നെ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു എന്ന് തന്നെ എന്നല്ല, അതായത് അധികാരം തലയ്ക്ക് പിടിച്ച് കഴിയുമ്പോൾ എന്താണോ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞ അതാണ് ഇത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. വല്ലാതെ തലയ്ക്ക് പിടിക്കുമ്പോൾ ഈ സാധാരണ നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന തിരിച്ചു പറയാൻ ശേഷിയില്ലാത്ത എല്ലാവരുടെ അതങ്ങ് പ്രയോഗിക്കാൻ തുടങ്ങും. പ്രയോഗിച്ച് ആർക്കും തിരിച്ച് സംസാരിക്കാനോ തിരിച്ച് പ്രതികരിക്കാനോ ധൈര്യമില്ല എന്ന് വരുമ്പം കൊത്തി മുറത്തിൽ കയറി കുത്തുക എന്ന് പറയുന്ന ഒരു സാധനം വരും. അപ്പോൾ സാധാരണഗതിയിലും ഇപ്പോൾ വളരെ ജൂനിയർ ആയിട്ടുള്ള IAS ഓഫീസർമാരുടെ അടുത്ത് പോലും ഈ നമ്പറുകൾ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അന്വേഷിച്ചാറെ ഇഷ്ടം പോലെ സാധാരണ ജൂനിയർ ഓഫീസർമാരുടെ അടുത്തൊക്കെ കാണിച്ചിട്ടുള്ള പലതും അറിയാം. അത് കഴിഞ്ഞ് പ്രതികരണമൊന്നും ഉണ്ടാവില്ല, എനിക്കിതും ഇതിനപ്പുറവും പോവാം എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് ലെവൽ വിടുന്നത്. ലെവൽ വിടുമ്പോൾ ചിലപ്പോൾ എന്നെ പോലുള്ള തിരിച്ച് പ്രതികരിക്കുന്ന ഒരാളുടെ ആവുമ്പോഴേക്ക് യു പിക്ക് ഓൺ ദ റോങ് പേഴ്സൺ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ തിരിച്ച് കിട്ടിയെന്ന് വരും. അങ്ങയെ ഈ പറയുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ച, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യാജം എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറയാവുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടി ഇല്ലേ, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു പ്രോട്ടോകോൾ ഇവിടെ പ്രോബ്ലം അല്ല എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? അതിനെങ്ങനെയാണ് കാണുന്നത് ആ ഒരു വിഷയത്തിനെ? ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. ഇപ്പം എൻ്റെ ധർമ്മം എന്താണ്? ഞാൻ എൻ്റെ മുന്നിൽ വന്ന് ചാടുന്ന കാര്യങ്ങളുണ്ടല്ലോ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതിൽ നിലപാടെടുക്കണം, അതിൽ സത്യസന്ധമായിട്ട് പറയാനുള്ള ചെയ്യണം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിനകത്ത് എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്ത് പോകാന്നുള്ളതാണ്. മറ്റുള്ളവർ അവരുടെ ധർമ്മമാണ് ചെയ്യേണ്ടത്. അവരുടെ ധർമ്മം ഞാനല്ല ചെയ്യേണ്ടത്, അത് പരധർമ്മമാണ്. their ഡ്യൂട്ടി, ഞാനല്ല അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഈ അവനവൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ചുള്ള ധർമ്മത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് വ്യത്യസ്തമാണ്. ചിലർക്ക് ഭയമാണ്, അവൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ ഭയം ഉണ്ടാവും പലർക്കും. അപ്പോൾ എനിക്ക് പോയി ധൈര്യം കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഇറ്റ്സ് ദെയർ ഫേറ്റ്. ധർമ്മം ചെയ്യുക എന്നുള്ളത്, നിങ്ങളുടെ ആ ഒരു കൃത്യമായിട്ടുള്ള കർമ്മം ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഇസ് യുവർ ഡ്യൂട്ടി. ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. എങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ, എനിക്കെതിരെ ഇത്രയും ഒരു വ്യാജ പരിപാടി ആ വ്യക്തി ഒപ്പിച്ചെടുത്തു എന്ന് വിശ്വസിക്കുകയും അദ്ദേഹത്തിനെതിരെ ഇതിൽ വിശ്വാസത്തിന്റെ വിഷയമൊന്നുമില്ല. നമുക്ക് വളരെ വ്യക്തമായിട്ട് ഫോർജ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ ലഭ്യമാണ്. ഫേക്കായിട്ട് ശ്രീ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി 2 ഡേറ്റിൽ ഫേക്കായിട്ടുള്ള 2 കത്തുകൾ എഴുതിയിട്ട് കൈവശമുള്ള രേഖകളില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നു. ഇവർ 2 പേരും ഡിപ്പാർട്ട്മെൻറ്റ് മാറിപ്പോകുന്നതിൻ്റെ തൊട്ട് മുമ്പേ 2 ഫേക്കായിട്ടുള്ള സാധനം എഴുതി കൊടുക്കുകയാണ്. അതിൽ സർക്കാർ ഇതില്ല, സീലില്ല, ഡേറ്റ് ഇല്ല, ഓഫീസ് നമ്പറില്ല, ഒന്നുമില്ല. 2 ഫേക്കായിട്ടുള്ള കണ്ടില്ല. ഇത് വളരെ എവിഡൻ്റ് ആണ്. ഇത് 2 എന്നിട്ട് ഒരേ ഡേറ്റിൽ ഒരേ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ACSൻ്റെ ഡോക്ടർ ജയതിലകിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ സ്കാൻ ചെയ്ത് അകത്ത് ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഡിജിറ്റൽ റെക്കോർഡുള്ളതാണ്. ഇതൊന്നും മറച്ചു വയ്ക്കാനോ ഇതാക്കാനോ ഒന്നും പറ്റില്ല. ഇതിൻ്റെ പുറത്ത് നടപടിയെടുക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. കാരണം ഇതിനകത്ത് ഫോർജറി ഉണ്ട്. സർക്കാർ രേഖ വ്യാജമായിട്ട് ചമക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ തെറ്റല്ല, വലിയ ക്രിമിനൽ കുറ്റമാണ്. ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിൽ രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ.
ഇപ്പോൾ സർക്കാർ രീതി അല്ലെങ്കിൽ സർക്കാർ നടപടി മുറ പോലെ എന്നാണല്ലോ, സമയമെടുക്കുമായിരിക്കും. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, ഇറ്റ് ഇസ് എ സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റം കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും ഇതിൽ നടപടി എടുക്കാൻ നിർബന്ധിതരാവും എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, അല്ലേ, മൊത്തത്തിലുള്ളൊരു ഇക്കോസിസ്റ്റം ഉണ്ട്. ഇതിനകത്തൊരു ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്സ് നടക്കാനുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ തെളിവ് വല്ലതും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനും പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, കാരണം റെക്കോർഡ് ഉണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതിൽ ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഇത് ഇന്ന സമയത്തിനുള്ളിൽ നടക്കണം എന്ന് വാശി പിടിക്കാൻ ഞാൻ ആളൊന്നുമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഓരോരുത്തരുടെ മോറൽ ഇതുപോലെ ഇരിക്കും. എന്താ പറയുക, അവനവൻ്റെ ഉള്ളിലുള്ള ധർമ്മബോധം, തെറ്റും ശരിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തെറ്റിനൊപ്പം നിൽക്കാൻ പാടില്ല, ശരി ചെയ്യണം എന്നുള്ള ധർമ്മബോധം, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഇപ്പം എൻ്റെ ഒരു ധർമ്മബോധം വെച്ചാണെങ്കിൽ എനിക്ക് തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന്, ഇന്നല്ലെങ്കിൽ അതിൻ്റെ തലേന്നെങ്കിലും തിരുത്താൻ പറ്റുമെന്ന്, കുറച്ചുകൂടി നേരത്തെ എത്രയും വേഗം ശരിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ എല്ലാവർക്കും വേണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല? ഈ ഒരു വിവാദങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങൊരു പോസ്റ്റ് ഇടണോ ഇതൊക്കെ ഉണ്ടായതിനു ശേഷം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ കോൾ, അതെങ്ങനെ, അല്ലെങ്കിൽ അത് ഒരു സോറി പറയുകയോ അത്തരം ഒരു മൂവ്മെന്റ് എന്തെങ്കിലും രീതിയിൽ നടന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ ഈ ക്രിമിനൽ കുറ്റമാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വ്യക്തി വിദ്വേഷവും ഇതൊന്നും കൊണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. വന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ, ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ വകുപ്പിൽ നിന്ന് മാറി കൃഷി വകുപ്പ് പോയി അവിടെ മര്യാദയ്ക്ക് പണിയെടുത്ത് പോവാണ്. ഏതാണ്ട് ഒരു കൊല്ലം അവിടെ പണിയെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഫേക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി അത് വെച്ചിട്ടൊരു ഫേക്ക് റിപ്പോർട്ട് ഉണ്ടാക്കുക, എന്നിട്ടത് മാതൃഭൂമിയിൽ കൊണ്ട് കൊടുത്തിട്ട് അവർ പണ്ടേ അവരുടെ അറിയാമല്ലോ അവർക്ക് എതിരെ അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുത്തിരിക്കുകയാണ് ഡിഫമേഷൻ്റെ. അപ്പോൾ അവരുടെ ആൾക്കാരൊക്കെ കോടതിയിൽ പോയതിൻ്റെ ചുരുക്കും മറ്റുമൊക്കെ അവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ എവിഡൻ്റാണ്, വളരെ എവിഡൻ്റാണ്. ഒന്ന് ആലോചിക്കും, ഇതേ സംഭവം ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള എന്നെ മാറ്റി നിർത്തും, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറിനെതിരെയാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കും, തീരുമാനമാവില്ലേ? കേസ് എപ്പോഴേ എടുത്തിട്ടുണ്ടാവുമായിരുന്നു, എപ്പോഴേ ഇവർ അകത്ത് കിടക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വ്യാജമായിട്ട് രേഖ ചമയ്ക്കാം, നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാം. ശരിക്കും ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലും ഡോക്ടർ ജയതിലകിന് അന്ന് അധികാരമില്ല, കാരണം ഹി വാസ് നോട്ട് ദ ചീഫ് സെക്രട്ടറി. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവില്ലാതെ ഒരു ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്താൻ പറ്റില്ല. അപ്പോൾ സർക്കാർ ഉത്തരവുകൾ, സർക്കാർ ഓർഡറുകൾ, റൂൾസ് ഓഫ് ബിസിനസ്, സെക്രട്ടേറിയറ്റ് മാനുവൽ, ഇതെല്ലാം ലംഘിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. ഇത് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇത് എനിക്ക് അന്ന് പറയാനും പേടിയില്ല, ഇന്ന് പറയാൻ പേടിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ധർമ്മം എൻ്റെ ഭാഗത്താണ്, ശരി എൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ്. അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെയും ധർമ്മബോധം അനുസരിച്ചിരിക്കും. അദ്ദേഹം ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയി. അദ്ദേഹം ആവുമെന്ന് പണ്ടേ അറിയുന്നതല്ലേ. ഇപ്പം ഈ പലരും ധരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആവും എന്നുള്ള ഒരു ഭയം കൊണ്ട് നമ്മൾ എന്ത് അനീതിയും എന്ത് തെറ്റും നമ്മൾ മിണ്ടാതെ അങ്ങ് സഹിച്ചോണം എന്നുള്ള, എന്നെ അതിന് കിട്ടില്ല എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിന് അമർഷമൊന്നുമില്ല, എന്നെ കിട്ടില്ല, അത്രേ ഉള്ളൂ. ആ റിപ്പോർട്ടിന് ഇനി എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിൻ്റെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആകെ എൻ്റെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുള്ള ആകെ ഓർഡറേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ അതിൽ കണ്ടതെന്ന് വെച്ചാൽ ഒരു 23-ന് മുൻപത്തെ ചീഫ് സെക്രട്ടറി ഇരുന്ന സമയത്ത് കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹം ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം വേറൊരു റിപ്പോർട്ട് കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. രണ്ടാമത്തെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ നീട്ടി എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് അറിയില്ല. ഈ സർക്കാർ നടപടി ഒക്കെ ശരിയായിരിക്കും. ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ സർക്കാരിൽ നമുക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ കോടതിയിൽ പോവാത്തത്. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനും എന്നാ താൻ പോയി കേസ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ന്യായമായിരിക്കണം. നമ്മൾ നീതി ധർമ്മബോധം എന്നൊക്കെ പറയുന്നത് കോടതിയിൽ മാത്രം കിട്ടേണ്ട ഒരു ഐറ്റം അല്ല. അത് ഒരു വില്ലേജ് ഓഫീസിൽ നിന്നോ ഒരു താലൂക്ക് ഓഫീസിൽ നിന്നോ ഒരു താലൂക്ക് എന്താ പറയുക സപ്ലൈ ഓഫീസ് എവിടെ ചെന്നാലും നിങ്ങൾക്കത് കിട്ടണം. ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാലും നിങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടണ്ടേ? നിങ്ങൾ യു ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി, ന്യായമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം. അതാണ് റൂൾ ഓഫ് ലോ. റൂള് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ട് തന്നെ നടക്കണം. അതാണൊരു കുറച്ച് സംസ്കാരമുള്ള, കുറച്ചൊരു ഇവോൾവ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയുടെ ലക്ഷണം. ഫെയർ ആയിരിക്കുക എന്നുള്ളത്, ജസ്റ്റിസ് ഉണ്ടാവുക എന്നുള്ളതും. അപ്പം
ഞാൻ തോന്നിയ പോലെ ചെയ്യും, വേണമെങ്കിൽ പോയി കേസ് കൊടുത്തോ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് അത് നീഡ്സ് ടു ബി കറക്റ്റഡ്. നമുക്ക് ഈ സിസ്റ്റത്തിനകത്ത് നിന്ന് തന്നെ കറക്ഷൻ കിട്ടും എന്നുള്ളതാണ് കാരണം ഞാൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലേ, ഞാൻ ജുഡീഷ്യറിയിലല്ലല്ലോ. അപ്പോൾ ഞാൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിരിക്കുന്നിടത്തോളം ഈ എക്സിക്യൂട്ടീവിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, തെറ്റാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രേഖാമൂലം വിത്ത് എവിഡൻസ് എല്ലാ രേഖകളും സമർപ്പിക്കുകയാണ്. സമയമെടുക്കുമായിരിക്കും, പക്ഷേ എൻ്റെ ഒരു ബോധ്യം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ്. കാരണം ധർമ്മബോധമുള്ള, ശരിയെ ശരിയായി കാണാനും തെറ്റിനെ കണ്ടാൽ തെറ്റ് അതിൽ നടപടിയെടുക്കാനും ധൈര്യവും ആർജവും ഉള്ളവരൊക്കെ സിസ്റ്റത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ കാണില്ലേ. അത് വരും, ആ ഒരു സിസ്റ്റത്തിനകത്ത് എവിടെയെങ്കിലും അത് ഇടിച്ച് നിൽക്കുമല്ലോ, ഹൈറാർക്കിയിൽ എവിടെയെങ്കിലും കാണില്ലേ.